ഒരാഴ്ച മുൻപ് ബംഗളൂരുവിൽ കാർ തടഞ്ഞു നിർത്തി തോക്കിൻ മുനയിൽ നിർത്തി നടത്തിയ ലക്ഷങ്ങളുടെ കവർച്ച. പ്രതികൾ പോലീസ് പിടിയിലായി. പിന്നാലെ തെളിവെടുപ്പിനിടയിൽ രക്ഷപ്പെടാൻ ശ്രമം. ഒടുവിൽ പ്രതികളെ വെടിവെച്ചിട്ടു പോലീസ്. കർണാടകയിലെ ഹുബ്ബള്ളിയിലാണ് സംഭവം. പ്രതികളുടെ ആക്രമണത്തിൽ പോലീസിനും പരിക്കേറ്റു. കാർ തടഞ്ഞു നിർത്തി പണം കവർന്ന കേസിലെ പ്രതികളെയാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് വെടിവെച്ചിട്ടത്. ഒരാഴ്ച മുൻപ് പൂനെ ദേശീയപാതയിൽ നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ടാണ് മംഗളൂരു സ്വദേശികളായ ഭരത്, ഫാറൂഖ് എന്നിവരെ കഴിഞ്ഞ ദിവസം പിടികൂടിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുന്നതിനിടെയാണ് ഇരുവരും പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. പ്രതികളുടെ ആക്രമണത്തിൽ ഒരു വനിതാ പോലീസ് ഉൾപ്പെടെ 3 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗത്യന്തരമില്ലാതെ പ്രതികൾക്ക് നേരെ പോലീസ് നിറയൊഴിച്ചു. കാൽമുട്ടിന് താഴെ വെടിയേറ്റ പ്രതികൾ ചികിത്സയിലാണ്. കാറിൽ നിന്നും 7 ലക്ഷം രൂപയാണ് തോക്കുകാട്ടി ഭീഷണിപ്പെടുത്തി ഇവരുടെ നേതൃത്വത്തിലുള്ള സംഘം കവർന്നത്. രാത്രി സമയങ്ങളിൽ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെയാണ് സംഘം ലക്ഷ്യമിട്ടിരുന്നത്. ഇവർക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. നേരത്തെ ഹുബ്ബള്ളിയിൽ തന്നെ തോക്കു ചൂണ്ടി കാർ തട്ടിയെടുത്ത കേസിലും ഇവർ പ്രതികളാണ്. ഇവരുടെ സംഘത്തിൽപ്പെട്ട മറ്റ് 13 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.